Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ആട്ട കൊണ്ട് കുക്കീസ് ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ്. നമുക്ക് മൈക്രോവേവ് ഓവൻ ഒന്നും വേണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ആട്ടയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് 1/8 കപ്പ് മൈദ ഇടണം. മൈദ പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടാൻ മറക്കരുത്, അതിടാം. പിന്നെ ലേശം ഉപ്പ്, പൊടിക്ക് ഉപ്പ് മതി കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ബട്ടർ 1/4 കപ്പ്, ഇത് റൂം ടെമ്പറേച്ചറിൽ വന്ന ബട്ടറാണ് കേട്ടോ. 1/4 കപ്പ് ബട്ടർ എടുക്കുക. പിന്നെ പൊടിച്ച പഞ്ചസാര, ഐസിങ് ഷുഗർ അല്ല, നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് പഞ്ചസാര പൊടിക്കുക. പൊടിച്ച പഞ്ചസാര നമുക്ക് ഒരു 1/2 കപ്പ് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഏലക്കായ പൊടിച്ചത് 1/4 സ്പൂണോളം ഇടാം. ഇത് നന്നായിട്ടൊന്ന് ഹാൻഡ് വിസ്കർ എടുത്തിട്ട്, ഹാൻഡ് വിസ്കർ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് വിസ്കർ എടുക്കാം, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് സോഫ്റ്റായിട്ട് വരും. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചെയ്താൽ മതി. നല്ലൊരു സോഫ്റ്റ്നെസ് വരും. അതുവരെ ഒന്ന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 60 ml പാലാണ് വേണ്ടത്. ഇതിൻ്റെ ഒരു 30 ml ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാകുന്നില്ലേ, ആട്ടയും ബേക്കിംഗ് പൗഡറും മൈദ ഒക്കെ, അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ആട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്നും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ 30 ml പാലാണ് ഒഴിച്ചത്. ഇനി കുറേശ്ശെ പാലിട്ടിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും ചെറിയ പൂരിയുടെ ബോൾസ് പോലെ ആക്കി എടുക്കാം. ഈ ബിസ്ക്കറ്റ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. റെക്റ്റാങ്കിൾ എടുക്കാം, സ്ക്വയർ എടുക്കാം. ഞാൻ ഇപ്പോൾ റൗണ്ട് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിലാണ് വെക്കുന്നത്. ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് നടുക്കിൽ ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. നമ്മുടെ കുക്കീസിൻ്റെ ഷേപ്പിന് വരുന്നില്ലേ. ഇങ്ങനെ പകുതി ഞാൻ ഇവിടെ വെച്ചേക്കുന്ന പകുതി മാത്രമാണ് ഇങ്ങനെ പ്ലെയിൻ ആട്ട കുക്കീസ് ഉണ്ടാക്കണം. മറ്റേ പകുതി കൊണ്ട് നമുക്ക് ബദാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരെണ്ണത്തിൽ നമുക്ക് 3 വയ്ക്കാം. ചെറിയ കുക്കീസാണ് നമ്മൾ വെക്കുന്നത്. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു അലുമിനിയത്തിൻ്റെ ട്രേ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ ഇഡ്ഡലി പാത്രം വെക്കേണ്ടത്. ഇത് ഫസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ടും വെക്കാം, അല്ലെങ്കിൽ 2-3 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇത് വാഷർ ഇല്ലാണ്ടാണ് അടിച്ചു വെക്കുന്നത്. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മുടെ ആട്ടയുടെ മാവ് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹാഫിൽ ഞാൻ നട്ട്സ് ഇട്ടിട്ടുണ്ട്. ബദാമും കാഷ്യൂനട്ടും കുറച്ച് പൊടിച്ച് കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു ഷേപ്പിലെടുക്കാം. ഇത് ഞാൻ മെയിൻലി ബദാമും കാഷ്യൂനട്ടും മിക്സ് ചെയ്ത് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ബദാം കഴിക്കില്ല, കാഷ്യൂനട്ട് മാത്രം കഴിക്കും നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർ അറിയൂല്ല, ഇതിൻ്റെ കൂടെ അവർക്ക് കഴിക്കാനും പറ്റും. ഇത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഏത് ഷേപ്പാണെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ റൗണ്ട് തന്നെ കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു സെറ്റ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി
കുക്കറിൽ വെച്ചേക്കാണ്. ഇനി നമുക്ക് ഓരോന്ന് കട്ട് ചെയ്ത് എടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം പല ഷേപ്പിൽ. ഇതിൽ ഞാൻ ജീരകം കുറച്ചിട്ടിട്ട് റൗണ്ടാക്കി എടുത്തു. ഇനി നമുക്കിത് നമ്മൾ ഇങ്ങനത്തെ സ്ക്വയർ എടുത്തിട്ട് അല്ലെങ്കിൽ റെക്ടാങ്കിളിൻ്റെ ഷേപ്പ് എടുത്തിട്ട് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമായിരിക്കും കുക്കീസ്. ഇപ്പോൾ ഞാൻ ജീരകം ഇട്ടേക്കണേ, ഫോർക്ക് ഇങ്ങനെയും വെച്ചു, ഇത്ര ചെയ്തോളൂ. അപ്പോൾ നമുക്ക് പല പാറ്റേൺസിൽ ഇങ്ങനെ കുക്കീസ് ഉണ്ടാക്കാം. ജീരകം ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെറിയൊരു ഉണ്ട എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റൗണ്ട് ആക്കാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇടാം. ഇഞ്ചി നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇടാം. ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഈ സൈഡും കൊടുക്കുക. അപ്പോൾ ഇത് വേറൊരു പാറ്റേൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കുക്കീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ആറിയതിന് ശേഷം മാത്രം നല്ലൊരു ക്രിസ്പിനെസ് ഇതിന് കിട്ടാം. പിന്നെ ഒരു ഹാഫ് ആൻ അവറാണ് എടുത്തത് ഇത് ആവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പല ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രിസ്പിനെസ് ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ.